Hi friends, Assalamualaikum. Welcome back to our channel Aafi Flavour. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ ലിവർ വരട്ടിയതാണ്. വളരെ ടേസ്റ്റാണ്. നമുക്ക് കുക്കറിൽ തന്നെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. എല്ലാ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ്. ആരും മറക്കില്ല കേട്ടോ. So let's go to the video. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടൻ്റെ ലിവറാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3 സവാള, കൊച്ചുള്ളി 2 കപ്പ്, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലേക്ക് കുക്കർ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചില്ലായിരുന്നോ, അതെല്ലാം കൂടി ഇത് ഇട്ടെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 ഇടാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതെല്ലാം കൊണ്ട് നല്ല വഴറ്റിയെടുക്കാം, പച്ചമണം മാറുന്നു വരാം. ഇവിടെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മട്ടൻ്റെ ലിവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതായത് ഇവിടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇത് വെള്ളവും ചേർക്കേണ്ട കേട്ടോ, ഇതിൽ നല്ല വെള്ളം ഇറങ്ങും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 3 വിസിൽ കേൾപ്പിക്കാം. ഇവിടെ കടലൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതാ നോക്കി, ഇവിടെ വെള്ളമൊക്കെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുപ്പിലേക്ക് വേറൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് 1 സവാള ഇട്ട് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ 1 മതി, ചെറിയ സവാള ആണെങ്കിൽ 2 മതി. നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സവാള എല്ലാം ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് കറി ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളിയായിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മളെ ഗ്രേവിയൊക്കെ നോക്കി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലെ കുറച്ച് കറിവേപ്പിലയും നീളത്തിയരിഞ്ഞ സവാളയും ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുന്നത് സവാള പച്ചയ്ക്ക് കടിക്കാനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. എല്ലാ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.